ഒരു തട്ടോടി പോലുള്ള ഒരു ചെറിയ സാധനമാണ് ഇട്ടിരുന്നത്. ഇതിനകത്ത് 10 ആളുകളെല്ലാം കൂടെ എങ്ങനെ ഇതിനകത്ത് ജീവിക്കും? നിങ്ങളൊന്ന് പറ. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളൊന്ന് പറയണേ, ഈ വീട്ടിൽ എങ്ങനെ ഈ 10 ആളുകൾ ഒന്നിച്ച് എങ്ങനെ താമസിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പറയണം. ഞങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ട, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു മാടം കിട്ടിയാൽ മാത്രം മതി. അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നമസ്കാരം, RGC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജാ മൂലത്ര. ഇതുണ്ടോ, ഇതൊരു വീടാ. ഇതുണ്ടോ, ഇവിടെ ഒരു ഉദ്ദേശം ഒരു 10 ആൾക്കാർ താമസിക്കുന്ന ഒരു വീടാണ്. ചേട്ടത്തി അനിയത്തിമാർ 4 പേര്, ഒരു ചേട്ടന് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു സഹോദരി ഉൾപ്പെടെ 10ഓളം ആളുകൾ താമസിക്കുന്ന ഒരു വീട്. കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് അരിനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളൊക്കെ ഇങ്ങനെ പലരും പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതാണ്ട് അടിക്കിയത് പോലെയാണ്. നമ്മൾ മറ്റേ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ ചില ചേരി പ്രദേശങ്ങളിൽ ചില വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ഒരു അവസ്ഥ. അവർക്ക് നിന്ന് തിരിയാനായിട്ട് 1.25 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഇതിനകത്താണ് ഈ പാവങ്ങളെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ താമസിക്കുന്നത്. ശ്വാസം വിടാൻ സ്ഥലമില്ല. ശ്വാസം വിടാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി നിൽക്കാനൊരു സ്ഥലമില്ല. അത് അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല. എല്ലാവരും നല്ല സാഹചര്യങ്ങളിലൊന്നും ജീവിച്ചു വരാൻ സാഹചര്യങ്ങളില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കുക. ഇതുണ്ടോ, ഇത് ഒരു ബെഡ്റൂമാണ്. ഈ ചേട്ടനും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇതുണ്ടോ, ഇത് എത്ര പേര് ഇതിനകത്ത് കിടക്കും? ഇതിന്റെ ഒരു അവസ്ഥ കണ്ടോ നിങ്ങൾ? അതേപോലെ ഇത് കണ്ടോ, ഇതുണ്ടോ, ഇതിലാണ് ഇത്രയും പേരും കൂടെ ജീവിക്കുന്നത്. ഒരു തട്ടോടി പോലുള്ള ഒരു ചെറിയ സാധനമാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് 10 ആളുകളെല്ലാം കൂടെ എങ്ങനെ ഇതിനകത്ത് ജീവിക്കും? നിങ്ങളൊന്ന് പറ. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളൊന്ന് പറയണേ, ഈ വീട്ടിൽ എങ്ങനെ ഈ 10 ആളുകൾ ഒന്നിച്ച് എങ്ങനെ താമസിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പറയണം. പിന്നെ അത് കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ സാധ്യതയായിട്ടിരിക്കുന്ന സ്ഥലം. ഇതുണ്ടോ, എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട്. മൺകട്ടയാണ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ മൺകട്ടയോടെ ചേർത്ത് കിടത്തി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളോ അലർജികളോ ഒക്കെ നിങ്ങൾ ഒരു 1-2 പൊടി കുഞ്ഞുങ്ങളും ഉണ്ട് വീട്ടിൽ. അതുപോലെ ഇത് അടുക്കളയാണ്. നിങ്ങൾ കണ്ടോ, ഇങ്ങൊന്നേ, ഇത് നമ്മുടെ ബോംബെയിലും ഡൽഹിയിലും ഉള്ള ചേരി പ്രദേശത്ത് പോലും ഇങ്ങനെ ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ വൃത്തിയായിട്ടാണ് വീടുകൾ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് അതിലൊക്കെ എത്രയോ വളരെ മോശമായിട്ടാണ് ഈ വീട്. കാര്യം അവർക്ക് സാഹചര്യങ്ങൾ വളരെ മോശമാണ്. സഹായിക്കാൻ ആരുമില്ല, സാമ്പത്തികമായിട്ടോ ഒരു കാര്യങ്ങളും ചെയ്യാൻ ആരുമില്ല. എന്നും അസുഖങ്ങളും പ്രശ്നങ്ങളും, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുകൾ. അതിൽ ഒരു സഹോദരിയെ കല്യാണം കഴിച്ചിട്ടില്ല. അത് സഹോദരന്റെ ഈ ചേട്ടന്റെ സുഖമില്ല, കാലെ കമ്പിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ആ സഹോദരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും തീരെ സുഖമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പലരും നമ്മുടെ നമ്മുടെ കേരളത്തിലെ പലരും സഹായിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് ചില രാഷ്ട്രീയത്തിന്റെ എന്തോ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരു മാക്സിമം നിങ്ങൾ ഒന്ന് സഹായിക്കണേ. ഞങ്ങൾ ഇതിനകത്ത് പേടിച്ച എന്തൊക്കെ ശല്യമൊക്കെ കാരണം ഞങ്ങൾ പേടിച്ചാ കഴിയുന്ന. മിക്ക രാത്രിയും മഴ പെയ്യുമ്പോൾ എഴുന്നേറ്റ് കുത്തിയിരിക്കുക. കാറ്റും മഴയും കാരണം അപ്പുറത്ത് കുറെ മരങ്ങളും ഇഴയന്തുക്കൾ വരുന്നു. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിക്കുക. ഞങ്ങൾക്കൊരു ബാത്റൂം ഇല്ല, ഒരു സൗകര്യം ഇല്ലാതെ ഞങ്ങൾ ഇത്രയാണ് ഇതിനകത്ത് കഴിഞ്ഞുകൂടുന്നതൊക്കെ. ഞങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ട, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു മാടം കിട്ടിയാൽ മാത്രം മതി. അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. 2 ചേട്ടത്തിമാര്, അനിയത്തി, ആങ്ങളയുടെ ഒരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഞങ്ങൾ 7-8-10 പേരോളം ഇവിടെ താമസിക്കുന്നതാ. ഒരു സൗകര്യം ഇല്ല, നമ്മൾക്ക് ഒരു നിവർത്തിയും ഇല്ല. ഇത്രത്തോളം ഈ വിഷമങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം എന്താ തുടക്കം മുതലേ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. എന്താണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്ര വിഷമത്തിലേക്ക് നമ്മള് കഷ്ടപ്പെട്ട് കഴിയുന്നല്ല, നമുക്ക് വേറെ പരമാന്യൊന്നും ഇല്ല. നമ്മള് 180 രൂപയ്ക്ക് പോയി കയറി വിരിച്ച് കഴിയുന്ന 160 രൂപയുള്ളായിരുന്നു, ഇപ്പൊ 180 രൂപയതാ. പിന്നെ ഇതിനെ കൊച്ചിലെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചിട്ട് 10 വർഷം ആവുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ 160 രൂപ കൊണ്ട് ഒരു കുടുംബം നോക്കാൻ പറ്റുമോ സാറേ? അങ്ങനെയൊക്കെ കഴിയുമ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ആശുപത്രി കേസ് മെഡിക്കൽ കോളേജിലെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും എൻഡോസ്കോപ്പ് ഒക്കെ ചെയ്ത് ഒരുപാട് കാശല്ലോ.
മരിച്ചുപോയി. ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? ആക്സിഡന്റ് പറ്റി, കാല് കമ്പിട്ട്. ഒന്ന് കാണിച്ചത്. ഇദ്ദേഹത്തിനും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇത് കമ്പിയൊക്കെ ഇങ്ങനെ പുറത്തു വന്നത്. ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇതുവരെ ഒന്നും ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വേദന സഹിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ കമ്പി പുറത്തു വന്ന് കുത്തി കയറുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം. നമ്മുടെ ദേഹത്ത് ഒരു പിന്നുകൊണ്ട് കുത്തിയാൽ എന്താ സാഹചര്യം, അതിന്റെ വേദന നിങ്ങളത് മനസ്സിലാക്കി. ഇത് കമ്പി പുറത്തു വന്നിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്ത വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഇതെന്ന് പറയുമ്പോൾ സഹിക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ആശുപത്രി പോകാൻ പറ്റത്തില്ല, വേദന സഹിക്കേണ്ടി വരും. പക്ഷെ ഇവരും മനുഷ്യരാണ്, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇവരെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. ഈ വീഡിയോ കാണുന്നവരെ ഇത് നിങ്ങളുടെ സഹോദരിമാരാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഈ അപേക്ഷകളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീടുമായിട്ട് നേരത്തെ കൊടുത്തതായിരുന്നു. അവരെന്തോ പറഞ്ഞേ? അവര് ഈ നമുക്ക് വീട് തരാന് 3 സെന്റ് ഇല്ലാതെ വീട് തരത്തില്ല. പിന്നെ ഒരു വട്ടം ഇത് കണക്ക് ഒരുപാട് വട്ടം അപേക്ഷ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് വസ്തുവിനായിട്ട്. പിന്നെ അവസാനം 2-3 ദിവസം പോകണമെങ്കിലും ശരിയാവാഞ്ഞ് പിന്നെ ഞങ്ങളോട് ചോദിച്ചു 3 സെന്റ് വസ്തു മേടിക്കാൻ നിങ്ങളെ കൊണ്ട് ഒക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് തരുന്നത് കൊണ്ട് 3 സെന്റ് വസ്തു മേടിക്കാം, ബാക്കി വിട്ടിട്ട് മേടിക്കാം. ഇവിടെ 1 സെന്റ് വേണമെങ്കിൽ 2 ലക്ഷം രൂപ പുറത്തു പോകും. അപ്പൊ 3 സെന്റ് മേടിക്കണമെങ്കിൽ പിന്നെ 4 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്നിടണം. അതിന് ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. അങ്ങനെ പിന്നെ അയാൾ അതങ്ങ് ഉപേക്ഷിച്ചു, ആ ഒരു ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു. 10,000 രൂപ ഒന്നിച്ച് കാണാൻ സാഹചര്യം ഇല്ലാത്തവരാണ് 4 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് മനസാക്ഷിയാകും? 10,000 രൂപ ഒന്നിച്ചത് ഇവരെല്ലാരും കൂടെ ഒരു മാസം കൂലിപ്പണിക്ക് പോയാൽ 10,000 രൂപ കിട്ടും. ഇതാണ്ട് ഈ സഹോദരിക്ക് തന്നെ ഒരു മാസം 10,000 രൂപ ആശുപത്രി ചെല്ലും. ആ ചേട്ടന് മരുന്ന് വേണം, ഇവർക്കെല്ലാം രോഗികളും, ഇവർക്കെല്ലാം മരുന്ന് വേണം. ഞാൻ മറിഞ്ഞു വീണ എന്റെ കൈ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, ഈ കൈ ഇത് കണ്ടോ? ഈ സാഹചര്യം ഉള്ളവരൊരിക്കൽ നിങ്ങൾ 4 ലക്ഷം ഒപ്പിച്ചോണ്ട് പോവാ, വീട് തരാം, അല്ലെങ്കിൽ പഞ്ചായത്ത് വീട് തരാമെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ എന്ത് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നിങ്ങൾ മനസാക്ഷിയുടെ ഉള്ള ഒരു ആഗ്രഹമേ ഇവർക്കും ഉള്ളൂ. ഒരു 5 സെന്റ് സ്ഥലത്തേക്ക് ഒരു കൊച്ചു വീട്ടിൽ എല്ലാവർക്കും ഒന്ന് ശ്വാസം വിടാൻ, നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് മനസ്സമാധാനത്തെ കയറി കിടക്കാൻ, പാമ്പിന്റെയും ചേരയുടെയും അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ നന്നായിട്ടൊന്ന് കയറി കിടക്കുന്നതിന് ആവശ്യമായ ഒരു ചെറിയ വീട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം എല്ലാവരും കൂടെ സഹായിച്ച് ഇവർക്ക് ഒരു ചെറിയ വീടും ഒരു 5 സെന്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടും 10ഓളം സഹോദരിമാരും എല്ലാവരും കൂടെ ഉള്ള ഒരു കുഞ്ഞു വീടാണ്. നിങ്ങൾ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു കൊച്ചു വീടിനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അവരുടെ അക്കൗണ്ട് നമ്പരും എല്ലാം വാട്സപ്പ് നമ്മളെ ചാനൽ വാർത്തയെ കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ സഹായമാണ്, ചെറിയ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു വീടും സ്ഥലവും വാങ്ങുന്നതിനുള്ള പൈസ കിട്ടും. എല്ലാവരും സഹായിക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.